Hi, hello. Welcome students. Myself, Dr. Vidya, NEET UGയുടെ കെമിസ്ട്രി ഫാക്കൽറ്റിയാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ഭാഗമാണ് സ്റ്റോയിക്യോമെട്രി ആൻഡ് സ്റ്റോയിക്യോമെട്രി കാൽക്കുലേഷൻസ്. എന്താണ് ഇതിൻ്റെ റെലവൻസ്? നമ്മളറിയാം, നമ്മൾ എപ്പോഴും ഒരു കെമിക്കൽ ഇക്വേഷൻ എഴുതുമ്പോൾ വി റൈറ്റ് എ ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ. നമ്മൾ ആദ്യം തന്നെ ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്നത് തന്നെ ഇക്വേഷൻ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ബിക്കോസ് എ ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ ക്യാൻ പ്രൊവൈഡ് യു വിത്ത് മെനി ഇൻഫർമേഷൻസ്. നമുക്ക് കിട്ടുന്ന ഒരുപാട് ഇൻഫർമേഷൻസ് ആണ് ഒരു ബാലൻസ് കെമിക്കൽ ഇക്വേഷൻ നിന്ന്. അതായത് ഇത്ര റിയാക്റ്റൻ്റ് എടുത്താൽ നമുക്ക് ഇത്ര പ്രോഡക്റ്റ് കിട്ടുന്ന അങ്ങനെയുള്ള പല കാൽക്കുലേഷൻസ് പിന്നെ നമുക്ക് കുറച്ചും കൂടെ ഈസി ആക്കുന്നതാണ് ഒരു ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ. സോ ദാറ്റ് ഈസ് ദിസ് പാർട്ട് ഓഫ് ഈ സെഷൻ അതാണ്, ദാറ്റ് ഈസ് കാൽക്കുലേഷൻ ബേസ്ഡ് ഓൺ എ ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ. സോ അതിൽ നമുക്ക് കുറച്ചും കൂടെ ന്യൂമറിക്കൽ രീതിയിലായിരിക്കും അപ്രോച്ച്, അതായത് തിയറി കുറവായിരിക്കും. ജസ്റ്റ് ന്യൂമറിക്കൽസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു എങ്ങനെയാണ് ഇവാലുവേറ്റ് എന്നുള്ളത് നമുക്കൊരു ഐഡിയ കിട്ടും. സോ ലെറ്റ്സ് സീ. Calculate the amount of water. First question is calculate the amount of water produced by the combustion of 16 grams of methane. Okay, നമുക്കറിയാം combustion എന്നുള്ള reaction, anything when it is burning with oxygen we call it as combustion reaction. Okay, combustion of methane is a hydrocarbon. So any hydrocarbon when it burns in oxygen will produce carbon dioxide and water. അപ്പോൾ product carbon dioxide ഉം water ആയിരിക്കും. So let us write down the balanced chemical equation. Okay, that is very important. So methane CH4 is a gas plus 2O2 gas gives CO2 gas plus 2H2O. Isn't it? The equation is balanced. Here methane reacts with 2 molecules of oxygen to give you carbon dioxide and water. Now, ഇനി നമ്മൾ ഈ ഇക്വേഷനിൽ നിന്നാണ് ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. ബാലൻസ്ഡ് ഇക്വേഷൻ. ബാലൻസ്ഡ് ഇക്വേഷനിൽ നിന്ന് നമുക്കറിയാം മീത്തേൻ, ഇവിടെ CH4 എന്ന് പറയുന്നത് ഒരു മോളാണ് മീത്തേൻ. ദീസ് ആർ ഈ എഴുതിയിരിക്കുന്ന നമ്പേഴ്സ്, ഈ ഓരോ നമ്പേഴ്സ് ആർ ദ കോയിഫിഷ്യൻസ് ആണ്. അതായത് ഒരു ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ്റെ കോയിഫിഷ്യൻ്റ്, അതായത് ഡെഫിനിറ്റ് എമൗണ്ട്, എത്ര എമൗണ്ട് ആണ് റിയാക്ട് ചെയ്യുന്നതെന്ന് നമുക്ക് തരുന്ന കോയിഫിഷ്യൻസ് ആണ്. സോ ദേ പ്ലേ എ വെരി ഇമ്പോർട്ടൻറ്റ് റോൾ. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ കോയിഫിഷ്യൻസ് ആർ വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ നമുക്ക് ഇവിടെ എഴുതിയിരിക്കുന്ന ഇഫ് യു കൺസിഡർ ആസ് 1 mole ഓഫ് മീത്തേൻ, അതായത് 1 mole ഓഫ് മീത്തേൻ, 1 mole മീത്തേൻ വി നോ ഇറ്റ് ഈസ്, മീത്തേൻ്റെ മോളിക്കുലർ മാസ് എന്ന് പറയുന്നത് 16 grams ആണ്, isn't it? 16 grams ആണ്. അപ്പോൾ ആസ് പെർ ദിസ് ഇക്വേഷൻ 1 mole ഓഫ് മീത്തേൻ ഓൺ കമ്പഷൻ, ഓക്സിജനുമായിട്ട് ബേൺ ചെയ്യുമ്പോൾ വി ഗെറ്റ് 1 mole ഓഫ് കാർബൺ ഡയോക്സൈഡ് പ്ലസ് 2 moles ഓഫ് വാട്ടർ, isn't it? ആസ് പെർ ദിസ് ഇക്വേഷൻ. സോ ഇറ്റ് ഗിവ്സ് 1 mole ഓഫ് കാർബൺ ഡയോക്സൈഡ് CO2 plus 2 mole of water. Okay. Now in this question, coming back to the question, say calculate the amount of water produced by the combustion of 16 grams of methane. So 1 mole means it is 16 grams. 16 grams നമുക്ക് എത്രയാണ് തരുന്നത്? എത്ര mole of water ആണ്? 2 moles of water ആണ് തരുന്നത്. So എത്ര ഗ്രാം എന്നുള്ള രീതിയിലാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. വി നോ 1 mole ഓഫ് വാട്ടർ 18 grams ആണ്. സോ 2 moles ഓഫ് വാട്ടർ എന്ന് പറയുമ്പോൾ ഇറ്റ് വിൽ ബി 36 grams. സോ 16 grams ഓഫ് മീത്തേൻ ഓൺ കമ്പഷൻ വിൽ ഗിവ് യു 32 grams ഓഫ് വാട്ടർ. സോ ദിസ് ഇസ് ദ ആൻസർ. ഇറ്റ്സ് വെരി സിമ്പിൾ unless you have a balanced chemical equation. So these type of calculations based on a balanced chemical equation ആണ് stoichiometric calculations. Okay. ഇനി നോക്കൂ, second example. How many moles of methane are required to produce 22 grams of carbon dioxide after combustion? Here also the same combustion reaction ആണ്, also methane തന്നെയാണ്. So let's write down the equation. Here also CH4 plus O2 gives CO2 plus 2H2O. Okay, ഇതാണ് നമ്മളുടെ ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ. Now we know that 1 mole of CH4 produces, here we see we need carbon dioxide here, 1 mole of carbon dioxide, അല്ലേ?
1 mole of carbon dioxide. 1 mole of carbon dioxide means 44 grams of carbon dioxide. അല്ല, ഈ ബാലൻസ് കെമിക്കൽ ഇക്വേഷനിൽ നിന്ന് 1 mole of methane will give you 1 mole of carbon dioxide. Questionൽ how many moles of methane are required to produce 22 grams? നമുക്കറിയാം 1 mole methane ആണെങ്കിൽ 1 mole carbon dioxide, that is 44 gram. നമ്മളോട് ചോദിച്ചത് 22 gram carbon dioxide കിട്ടണമെങ്കിൽ what is the amount of methane required? അപ്പോൾ മീത്തേന് എത്ര എമൗണ്ട് വേണം എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഹൗ ഡു വി ഇവാലുവേറ്റ് ദിസ്? എങ്ങനെയാ നമുക്കറിയാം, 1 mole will give you 1 mole of carbon dioxide. So 22 grams of carbon dioxide means it is corresponding to 0.5 mole of carbon dioxide, isn't it? ഇതിൻ്റെ പകുതിയാണ്, അതായത് 44 grams ഉണ്ടെങ്കിൽ that will correspond to 1 mole of carbon dioxide. എന്നാൽ 22 grams എന്ന് പറയുമ്പോൾ പിന്നെ 1 moleൻ്റെ half the mole ആയിരിക്കും, that is 0.5. So 0.5 mole will give you how many moles of methane? 0.5 moles of methane, isn't it? As per the chemical equation, if 1 mole will give you 1 mole of carbon dioxide, 0.5 mole will give you 0.5 mole of carbon dioxide. So the answer for this question is 0.5 moles. Okay. Now we move on to the next important topic. That is how you methods of expressing the concentration of solutions. Before that, എന്താണ് ഒരു solution എന്ന് പറയുന്നത്? What do you mean by a solution? Solution is a homogeneous mixture of 2 or more than 2 components. ഇപ്പോൾ ഒരു എക്സാമ്പിൾ നമ്മൾ പറഞ്ഞ ഒരു ഗ്ലാസ് ഓഫ്, ഇഫ് ഐ ഹാവ് എ ഗ്ലാസ് ഓഫ് വാട്ടർ വിത്ത് മീ ആൻഡ് ഐ എം ആഡിങ് എ സ്പൂൺ ഓഫ് സോൾട്ട് ആൻഡ് ഇഫ് ഐ എം സ്റ്ററിങ് ഇറ്റ്, സ്റ്റർ ചെയ്യുമ്പോൾ അത് ഹോമോജീനിയസ്, നമ്മൾ ആദ്യം പറഞ്ഞ എക്സാമ്പിളാണ്, യൂണിഫോം ആയിട്ട് മിക്സ് ചെയ്യും. അപ്പോൾ അതിനെ നമ്മൾ എന്താ പറയുന്നത്? സൊല്യൂഷൻ. അതിൽ 2 കോമ്പണൻറ്റും ഉണ്ട്, ഒന്ന് സോൾട്ടാണ്, ഒന്ന് വാട്ടറുമാണ്. ദ കോമ്പണൻറ്റ് വിച്ച് ഇസ് പ്രസൻറ്റ് ഇൻ ഗ്രേറ്റർ പ്രപ്പോർഷൻ, ആരുടെ അളവാണോ കൂടി നിൽക്കുന്നത് അയാളെ നമ്മൾ സോൾവെൻ്റ് എന്നും വിളിക്കുന്നു, ആരുടെ അളവാണോ കുറവ് അത് നമ്മൾ സൊല്യൂട്ട് എന്നും വിളിക്കുന്നു. അപ്പോൾ നമ്മളുടെ ഈ എക്സ്പെരിമെൻറ്റിൻ്റെ കേസിൽ വാട്ടർ വാസ് പ്രസൻറ്റ് ഇൻ ദ ലാർജർ പ്രപ്പോർഷൻ, സോ ഇറ്റ് ഇസ് നോൺ ആസ് ദ സോൾവെൻറ്റ്. സോൾട്ട് കുറച്ച് അളവിലേ ഉള്ളൂ, സോ ഇറ്റ് ഇസ് നോൺ ആസ് ദ സൊല്യൂട്ട് എന്നും വിളിക്കുന്നു. അപ്പോൾ ഒരു കോമ്പിനേഷൻ ഓഫ് എ സോൾവെൻറ്റ് ആൻഡ് എ സൊല്യൂട്ട് in a uniform proportion, uniform way, അതായത് ഹോമോജീനിയസ് ആയിട്ടുള്ള രീതിയിൽ രണ്ടും കമ്പൈൻ ചെയ്താലാണ് വി കോൾ ദം ആസ് ട്രൂ സൊല്യൂഷൻ. അപ്പോൾ സൊല്യൂഷൻസ് നമുക്ക് പിന്നെ എക്സ്പ്രസ് ചെയ്യാൻ, അല്ലെങ്കിൽ എമൗണ്ട് ഓഫ് ദ സൊല്യൂട്ട് അല്ലെങ്കിൽ സോൾവെൻറ്റ് അല്ലെങ്കിൽ ഈ സൊല്യൂഷൻ കോൺസെൻട്രേറ്റഡ് ആണോ അങ്ങനെയൊക്കെ നമുക്ക് അറിയണമെങ്കിൽ വി നീഡ് സം ടേംസ് ഇൻ ഓർഡർ ടു എക്സ്പ്രസ് ദ കോൺസെൻട്രേഷൻ സൊല്യൂഷൻസ്. ചില ടേംസ് ഉണ്ട്, നമ്മൾ ഇതിൻ്റെ ഡീറ്റെയിൽസും ഈ ഒരു പോർഷൻ്റെ ഡീറ്റെയിൽസും നമ്മൾ സെക്കൻഡ് ഇയറിൽ +2 പഠിക്കുന്നതാണ്. ഈവൻ ദോ നമുക്കിവിടെ ഒരു ചെറിയൊരു ഔട്ട്ലൈൻ നമുക്ക് പഠിക്കാം. സോ ദ ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഓഫ് എക്സ്പ്രസിങ് ദ കോൺസെൻട്രേഷൻ ഓഫ് സൊല്യൂഷൻസ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഇറ്റ്സ് മാസ് പെർസെൻറ്റേജ്, മോൾ ഫ്രാക്ഷൻ, മൊളാരിറ്റി ആൻഡ് മൊളാലിറ്റി. So let us see what are these. First is mass percentage. ഇപ്പോൾ ഒരു സോൾവെൻറ്റും ഉണ്ട് സൊല്യൂട്ടും ഉണ്ടെങ്കിൽ മാസ് പെർസെൻറ്റേജ് ഓഫ് എ സൊല്യൂട്ട് ആണ് ഞാൻ എക്സ്പ്രസ് ചെയ്യുന്നെങ്കിൽ ഐ ക്യാൻ യൂസ് ദിസ് ഫോർമുല, മാസ് ഓഫ് ദ സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ മാസ് ഓഫ് സൊല്യൂഷൻ. മാസ് ഓഫ് സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? മാസ് ഓഫ് സൊല്യൂട്ട് പ്ലസ് മാസ് ഓഫ് ദ സോൾവെൻറ്റ് ഇൻറ്റു 100. സിൻസ് ഇറ്റ് ഈസ് ഇൻ പെർസെൻറ്റേജ് യു ഹാവ് ടു മൾട്ടിപ്ലൈ ദിസ് ഫാക്ടർ ബൈ 100. അപ്പോൾ ഇതും നമ്മളൊരു ന്യൂമറിക്കൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടി ഒരു ക്ലാരിറ്റിയോട് കൂടി മനസ്സിലാവും. അപ്പോൾ നമുക്കൊന്ന് എങ്ങനെയാണ് ഇത് സോൾവ് ചെയ്യാൻ നോക്കാം. നോക്കൂ, എ സൊല്യൂഷൻ ഇസ് പ്രിപ്പയർഡ് ബൈ ആഡിങ് 2 gram ഓഫ് സബ്സ്റ്റൻസ് എ ടു 18 grams ഓഫ് വാട്ടർ. കാൽക്കുലേറ്റ് ദ മാസ് പെർസെൻറ്റേജ് ഓഫ് സൊല്യൂട്ട്. അപ്പോൾ ഫസ്റ്റ് വേണ്ട അവയർനെസ്, ആരാണ് സൊല്യൂട്ട്, ആരാണ് സോൾവെൻറ്റ്. യു ഹാവ് ടു ഹാവ് എൻ ഐഡിയ, ബിക്കോസ് ഇവിടെ ജസ്റ്റ് യു ആസ്ക് ദ ക്വസ്റ്റ്യൻ കാൽക്കുലേറ്റ് ദ മാസ് പെർസെൻറ്റേജ് ഓഫ് ദ സൊല്യൂട്ട്. ഡെഫിനറ്റ്ലി വാട്ടർ അല്ല, വാട്ടർ ഇസ് പ്രസൻറ്റ് ഇൻ ലാർജ് എമൗണ്ട്, സോ ദാറ്റ് ഈസ് എ സോൾവെൻറ്റ്. അപ്പോൾ ഈ പറഞ്ഞ 2 grams ആയിട്ടുള്ള സബ്സ്റ്റൻസ് ആയിരിക്കണം നമ്മളുടെ സൊല്യൂട്ട്. സോ ലെറ്റ് us ഫൈൻഡ് ഔട്ട് ദ മാസ് പെർസെൻറ്റേജ് ഓഫ് സൊല്യൂട്ട് ഇസ് ഈക്വൽ ടു മാസ് ഓഫ് സൊല്യൂട്ട്. മാസ് ഓഫ് സൊല്യൂട്ട് എന്ന് പറഞ്ഞാൽ ഹിയർ ഇറ്റ് ഇസ് 2 grams, isn't it? Divided by the total mass of the solution, that means 2 plus 18, mass of solute plus mass of solvent. So 2 plus 18 into 100, isn't it? So that will be 2 by 20 into 100, that is 10%. Okay,
സോ ഇതാണ് സിമ്പിളാണ്. പിന്നെ ജസ്റ്റ് ആ ഫോർമുല തെറ്റിപ്പോകരുത്. നമ്മളുടെ സൊല്യൂട്ട് ആരുടെയാണോ കണ്ടുപിടിക്കേണ്ടത്, ദാറ്റ് ഗിവൺ മാസ് ഓഫ് ദാറ്റ് സബ്സ്റ്റൻസ് ഡിവൈഡഡ് ബൈ ദ ടോട്ടൽ മാസ് ഓഫ് ദ സൊല്യൂഷൻ, ആൻഡ് ഡോണ്ട് ഫർഗെറ്റ് ടു മൾട്ടിപ്ലൈ ബൈ 100 ബിക്കോസ് ഇറ്റ് ഈസ് ഇൻ പെർസെൻറ്റേജ്. ഓക്കെ, നെക്സ്റ്റ് ഇസ് മോൾ ഫ്രാക്ഷൻ. വളരെ കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ടെർമിനോളജിയാണ് മോൾ ഫ്രാക്ഷന് സൊല്യൂഷൻസിൻ്റെ കേസിൽ. സോ വാട്ട് ഈസ് എ മോൾ ഫ്രാക്ഷൻ? ഇപ്പോൾ 2 കോമ്പണൻസ് ഉണ്ടെന്ന് വെച്ചാൽ എൻ്റെ കയ്യിൽ ഐ ഹാവ് 2 കോമ്പണൻസ് എ ആൻഡ് ബി, 2 കോമ്പണൻസ്. ആൻഡ് ഇഫ് ഐ എം ആസ്ക്ഡ് ടു ഫൈൻഡ് ഔട്ട് ദ മോൾ ഫ്രാക്ഷൻ ഓഫ് ദിസ് കോമ്പണൻറ്റ്, നമ്മൾ ഈ ഇക്വേഷൻ നമ്മൾ ഇത് പഠിക്കുന്നതിലും നല്ലത് യു ബെറ്റർ ലേൺ ദിസ്. അതിൻ്റെ ഇക്വേഷൻസ് ആയിരിക്കും ബെറ്റർ, ബിക്കോസ് ന്യൂമറിക്കൽസ് ചോദിക്കുമ്പോൾ നമുക്ക് അത് പിന്നെ അതിലേക്ക് ഒരു പ്രോബ്ലം അറ്റംപ്റ്റ് ചെയ്യാൻ ആണ് അറിഞ്ഞിരിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ മോൾ ഫ്രാക്ഷൻ ഓഫ് ദ കോമ്പണൻറ്റ്, ഏതൊരു കോമ്പണൻറ്റിൻ്റെ മോൾ ഫ്രാക്ഷൻ ഇസ് ദ നമ്പർ ഓഫ് മോൾസ്. മോൾസ് വി നോ, വി ഹാവ് സ്റ്റഡീഡ്. ഓക്കെ, അപ്പോൾ നമ്പർ ഓഫ് മോൾസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ്. നമ്പർ ഓഫ് മോൾ ഏത് ഇപ്പോൾ കോമ്പണൻറ്റ് എൻ്റെ ആണ് എന്നോട് മോൾ ഫ്രാക്ഷൻ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നതെങ്കിൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് എ കാണുക ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് മോൾസ് ഓഫ് എ പ്ലസ് നമ്പർ ഓഫ് മോൾസ് ഓഫ് ബി. അതാണ് ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് ഇൻ ദ സൊല്യൂഷൻ. ഓക്കെ, അതാണ് മോൾ ഫ്രാക്ഷൻ. അപ്പോൾ മോൾ ഫ്രാക്ഷൻ ഇസ് ജനറലി എക്സ്പ്രസ്ഡ് ബൈ ദ ലെറ്റർ കൈ. കൈ, CHI എന്നാണ് പറയുക. കൈ ആണ്, എക്സ് അല്ല, കൈ വെച്ചിട്ടാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുക. അപ്പോൾ സിൻസ് ഇറ്റ് ഇസ് ദ മോൾ ഫ്രാക്ഷൻ ഓഫ് എ, വി പുട്ട് ഇറ്റ് ആസ് കൈ എ. ഇങ്ങനെയാണ് കൈ എ. അപ്പോൾ നമ്പർ ഓഫ് മോൾസ് ഓഫ് എ എന്ന് ഇഫ് ഐ എം റെപ്രസെൻറ്റിംഗ് ഇറ്റ് ആസ് NA, നമ്പർ ഓഫ് മോൾസ് ഓഫ് എ ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് എ പ്ലസ് ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് ബി. ഇതാണ് മോൾ ഫ്രാക്ഷൻ ഓഫ് എ. ഇനി നിങ്ങളോട് ചോദിക്കുകയാണെങ്കിൽ ഞാൻ ചോദിക്കുക മോൾ ഫ്രാക്ഷൻ ഓഫ് ബി എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് ചോദിച്ചാൽ എന്താണ്? കൈ ബി. കൈ ബി ഇസ് ഈക്വൽ ടു നമ്പർ ഓഫ് മോൾസ് ഓഫ് ബി divided by number of moles of A plus number of moles of B. അപ്പോൾ ഇതാണ്, അത് തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, സോ സിമ്പിൾ കാൽക്കുലേഷൻ ആണ്. പിന്നെ ഹൗ യു ഫൈൻഡ് ഔട്ട് ദ മോൾ ഫ്രാക്ഷൻ. ഇറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ്, ആസ് ഐ ടോൾഡ് യു, ഇറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ് പാരാമീറ്റർ വെൻ യു സ്റ്റഡി ദ ചാപ്റ്റർ സൊല്യൂഷൻസ്. അപ്പോൾ ഇതും നമുക്കൊന്ന് പ്രോബ്ലം ന്യൂമറിക്കൽ ഒന്ന് ചെയ്ത് നോക്കാം, എങ്ങനെയാണ് നമ്പർ ഓഫ് മോൾസ് മോൾ ഫ്രാക്ഷൻ ഇവാലുവേറ്റ് ചെയ്യുന്നത്. So see this question, determine the mole fraction of methanol and water in a solution prepared by dissolving 5.5 gram of alcohol in 40 grams of water. Molar mass തന്നിട്ടുണ്ട്. molar mass of water 18, methanol 32 ആണ് തന്നിരിക്കുന്നത്. Mole fraction of methanol, that is mole fraction നമ്മൾ ഇങ്ങനെ എഴുതാം, CH3OH is equal to number of moles of methanol, CH3OH, divided by the number of moles of methanol plus number of moles of water. ഇതല്ലേ അതിൻ്റെ ഫോർമുല, ആസ് വി ഹാവ് ഡിസ്കസ്ഡ്. ഇതാണ്. അപ്പോൾ നമുക്ക് ഓരോന്നിൻ്റെയും വാല്യൂസ്, നമ്പർ ഓഫ് മോൾസ് നമുക്ക് ഇവാലുവേറ്റ് ചെയ്യണം. സോ ഹൗ നമ്പർ ഓഫ് മോൾസ് ഓഫ് മെത്തനോൾ ഇസ് ഈക്വൽ ടു ഗിവൺ മാസ് ഓഫ് മെത്തനോൾ. മെത്തനോൾ എത്രയാണ് തന്നിരിക്കുന്നത്? 5.5, isn't it? 5.5 divided by the molar mass of methanol. Methanol the molar mass is given as 32. So 5.5 divided by 32, this is 0.17 mole. 17 mole. Okay. And you have also to find out the number of moles of water. Water kandupidikanam. How we evaluate the number of moles of water? Given mass is 40. Divided by the molar mass is 18. So this will come out to be 2.2 moles. 2.2 mole. Okay. അപ്പോൾ നമ്മൾ വേണ്ട പാരാമീറ്റേഴ്സ് ഒക്കെ ഇവാലുവേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ് ഹിയർ. നമ്പർ ഓഫ് മോൾസ് ഓഫ് മെത്തനോൾ 0.17 divided by number of moles of methanol 0.17 plus number of moles of water, that is 2.2, isn't it? ഇത് നമ്മൾ ഇവാലുവേറ്റ് ചെയ്തു. ആൻഡ് ഇഫ് യു സോൾവ് ദിസ് വാല്യൂ കംസ് അറൗണ്ട് ടു ബി 0.073. സിമിലർലി യു ഫൈൻഡ് ഔട്ട് ദ നമ്പർ ഓഫ് മോൾസ് ഓഫ് വാട്ടർ, ദാറ്റ് ഇസ് mole fraction of water, number of moles of water, that is 2.2 divided by 0.17 plus 2.2, and that value comes around to be 0.928. Okay. അപ്പോൾ ഇതാണ് നമ്മൾ എങ്ങനെയാണ് മോൾ ഫ്രാക്ഷൻ ഇവാലുവേറ്റ് ചെയ്യുന്നത് എന്നുള്ള പിന്നെ ന്യൂമറിക്കൽ പ്രോബ്ലമാണ്. സോ ജസ്റ്റ് ട്രൈ ഔട്ട്, നിങ്ങൾ തന്നെ സ്വന്തം
പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് ഇവാലുവേറ്റ് ചെയ്യണം. കാരണം ഈ ഭാഗങ്ങളൊക്കെ കുറച്ച് ന്യൂമറിക്കൽസ് കൂടുതലുള്ള ഭാഗങ്ങളാണ്. നെക്സ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളിൽ കുറച്ച് പേരെങ്കിലും മൊളാരിറ്റി അതൊക്കെ വെച്ചിട്ട് നമ്മളുടെ ലാബിൽ ഇത്ര മോളാർ സൊല്യൂഷൻ ആണെന്ന് പറഞ്ഞിട്ട് ടീച്ചേഴ്സ് നിങ്ങൾക്ക് തന്നിട്ടുണ്ടാവും. അപ്പോൾ ഏകദേശം ഒരു അവയർനെസ് ഒക്കെ ഉണ്ടാവും. മൊളാരിറ്റി എന്താ? മൊളാരിറ്റി ഒരു സൊല്യൂഷൻ്റെ കോൺസെൻട്രേഷനെ എക്സ്പ്രസ് ചെയ്യുന്ന രീതിയാണ് മൊളാരിറ്റി. എന്താണ് മൊളാരിറ്റി? നമ്മൾ മൊളാരിറ്റിയെ ക്യാപിറ്റൽ എം ആണ് ഡിഫൈൻ ചെയ്യുന്ന. ക്യാപിറ്റൽ എം മൊളാരിറ്റിയാണ്. എത്ര മോൾസ് ഉണ്ട് 1 ലിറ്റർ സൊല്യൂഷനിൽ? ഇപ്പം ഞാൻ 1 ലിറ്റർ വാട്ടർ എടുത്തു, അതിൽ എത്ര നമ്പർ ഓഫ് മോൾസ് ഓഫ് വാട്ടർ ഉണ്ട്, അതാണ് മൊളാരിറ്റി. സോ മൊളാരിറ്റി സിംപ്ലി നമ്മൾ ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ ഇറ്റ് ഇസ് ദ നമ്പർ ഓഫ് മോൾസ് പ്രസൻറ്റ് ഇൻ 1 ലിറ്റർ ഓഫ് ദ സൊല്യൂഷൻ. വോളിയം ഇമ്പോർട്ടൻ്റ് ആണ്. വോളിയം എന്നുള്ള ഫാക്ടർ ഇവിടെ വളരെ ഇമ്പോർട്ടൻ്റ്. എത്ര എമൗണ്ടിലാണ് 1 ലിറ്റർ സൊല്യൂഷനിൽ എത്ര മോൾസ് ഉണ്ട്, അതാണ് മൊളാരിറ്റി. അപ്പോൾ മൊളാരിറ്റി നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത് മൊളാരിറ്റി മോൾ പെർ ലിറ്റർ ആണ്. ഓർ ദ യൂണിറ്റ് ഇസ് മോൾ പെർ ലിറ്റർ. ഓക്കെ, അതല്ല നമുക്ക് ജസ്റ്റ് ക്യാപിറ്റൽ എം എന്ന് എഴുതിയാലും ദാറ്റ് ഈസ് അണ്ടർസ്റ്റുഡ്. ഇറ്റ് ഈസ് മോളാർ. ആ സൊല്യൂഷൻ ഇപ്പം ഞാൻ പറയാം 0.5 ഇങ്ങനെ എഴുതിയിരിക്കുകയാണെങ്കിൽ 0.5 എം എന്ന് എഴുതിയാൽ ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് മൊളാരിറ്റി 0.5. ദാറ്റ് ഈസ് അണ്ടർസ്റ്റുഡ്. യൂണിറ്റ് മോൾ പെർ ലിറ്റർ. So now let us see how we can work out this problem. Calculate the molarity of sodium hydroxide in the solution prepared by dissolving its 4 grams in enough water to form 250 ml of the solution. Okay, first molarity namakku kannanengil we need the number of moles. So let's first calculate the number of moles. Number of moles, how we evaluate? Given mass. Given mass is 4 gram. Divided by molecular mass of NaOH 40 ആണ്. അപ്പോൾ മോൾസ് നമുക്ക് കിട്ടി. ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് 250 ml ഓഫ് ദ സൊല്യൂഷൻ ആണ്. സോ യു ഹാവ് ടു കൺവേർട്ട് 250 ഇൻറ്റു ലിറ്റേഴ്സ്. ദാറ്റ് ഇസ് 0.25 liters. So and this will come out to be 0.1. Therefore molarity is equal to number of moles, that is 0.1 divided by 250 ml, that if you convert into liters 0.25, and the value is 0.4 mole per liter or 0.4 molar. If you write like this, it is also correct. അപ്പോൾ ഇങ്ങനെ വേണം ഒരു മൊളാരിറ്റീൻ്റെ ഒരു പ്രോബ്ലം നിങ്ങൾ പിന്നെ സോൾവ് ചെയ്യാൻ. അപ്പം പിന്നെ ഡെഫിനിഷൻ മീൻസ് ഇക്വേഷൻ ഓർത്ത് വയ്ക്കുക. ഇറ്റ് ഈസ് ദ നമ്പർ ഓഫ് മോൾസ് ഓഫ് ദ സൊല്യൂട്ട് ബൈ വോളിയം ഓഫ് ദ സൊല്യൂഷൻ ഇൻ ലിറ്റേഴ്സ്. അനദർ എക്സാമ്പിൾ, മൊളാരിറ്റി നമുക്കറിയാം. 2 സൊല്യൂഷൻസ് തമ്മിൽ മിക്സ് ചെയ്യുമ്പോൾ എങ്ങനെയായിരിക്കും മൊളാരിറ്റിക്ക് മാറ്റം വരുന്നത്, അല്ലെങ്കിൽ മിക്സിംഗ് നടക്കുമ്പോൾ ഹൗ യു ഇവാലുവേറ്റ് മൊളാരിറ്റി. ഇതും ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമ്മളെ ലാബിൽ നമ്മൾ 2 കോൺസെൻട്രേഷൻ 2 ഡിഫറെൻറ്റ് മൊളാരിറ്റി ഉള്ള സൊല്യൂഷൻസ് തമ്മിൽ മിക്സ് ചെയ്യാറുണ്ട്. അങ്ങനെ വരുമ്പോൾ ആ റിസൾട്ടൻറ്റ് സൊല്യൂഷൻ്റെ സ്ട്രെങ്ത് എന്താ, മൊളാരിറ്റി എന്താണെന്നൊക്കെ നമുക്ക് അറിയണമെങ്കിൽ നമ്മൾ ഈ ഒരു ഇക്വേഷൻ ഉണ്ട്, അത് അറിഞ്ഞിരിക്കണം. ഇവിടെ നോക്കൂ, 2 solutions of a substance, non-electrolytes ആണ്, are mixed in the following manner. 480 ml of 1.5 molar solution with 520 ml of 1.2 molar solution. 2 molarity strength ഉള്ള solution ആണ്. അതിൻ്റെ എമൗണ്ടും പറഞ്ഞിട്ടുണ്ട്. What is the molarity of the resultant solution? Resultant solutionൻ്റെ molarity ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. So how we evaluate? അപ്പോൾ molarity of mixing, write it like this, molarity of mixing. നമുക്കറിയാം, നമ്മൾ ആസ് യൂഷ്വൽ നമുക്ക് പിന്നെ നേരത്തെ പഠിച്ച മാതിരി നമ്പർ ഓഫ് മോൾസ് ഡിവൈഡഡ് ബൈ വോളിയം എന്നുള്ള ഇക്വേഷൻ അല്ല ഇവിടെ യൂസ് ചെയ്യേണ്ടത്. ഇവിടെ മിക്സ് ചെയ്യുകയാണെങ്കിൽ ആദ്യത്തെ സൊല്യൂഷൻ്റെ മൊളാരിറ്റി ഇൻറ്റു ദ വോളിയം ഓഫ് ദാറ്റ് സൊല്യൂഷൻ പ്ലസ് രണ്ടാമത്തെ സൊല്യൂഷൻ്റെ മൊളാരിറ്റി ഇൻറ്റു വോളിയം ഓഫ് ദാറ്റ് സൊല്യൂഷൻ ഡിവൈഡഡ് ബൈ ദ ടോട്ടൽ വോളിയം, ദാറ്റ് ഇസ് V1 പ്ലസ് V2 വിൽ ഗിവ് യു ദ മൊളാരിറ്റി ഓൺ മിക്സിംഗ്. ഓക്കെ, so let us see. M1, molarity of the first solution is 1.5 and its volume is given as 480 ml, isn't it? Plus molarity of the second solution is 1.2 and its volume is 520 ml divided by total volume, that is 480 plus 520. That's the total volume. So if you solve this, the value comes around 1.34 molar. അപ്പോൾ ഇതും അറിഞ്ഞിരിക്കണം. 2 ഡിഫറെൻറ്റ് സ്ട്രെങ്ത് ഉള്ള സൊല്യൂഷൻ തമ്മിൽ മിക്സ് ചെയ്യുമ്പോൾ എങ്ങനെയായിരിക്കും മൊളാരിറ്റി ഇവാലുവേറ്റ് ചെയ്യേണ്ടതെന്ന്. ഓക്കെ.
Now another terminology നമ്മൾ concentration express ചെയ്യാൻ യൂസ് ചെയ്യുന്ന it's molality. Molality is the number of moles divided by solventന്റെ mass in kilograms. Here it is not the volume, mass in kilograms ആണ് നമ്മളിവിടെ മെഷർ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കമ്പയർ മൊളാലിറ്റീസ് യൂഷ്വലി എക്സ്പ്രസ്ഡ് ആസ് സ്മോൾ എം ആയിട്ടാണ് എക്സ്പ്രസ് ചെയ്യുന്നത്, small m, and the unit you see mole per kilogram ആണ്. Earlier it was mole per liter because there we have used volume. Here it's the mass of the solvent. അപ്പം ഇവിടെ രണ്ട് മൊളാലിറ്റി ഉണ്ട് ബട്ട് ഈ മൊളാലിറ്റി ആണ് ബെറ്റർ യൂണിറ്റ്. കാരണം ഈ മൊളാലിറ്റി വിൽ നോട്ട് ഡിപ്പെൻഡ് ഓൺ ടെമ്പറേച്ചർ ബിക്കോസ് ഇവിടെ മാസ് ആണ് നമ്മൾ എടുക്കുക. ആകെ വ്യത്യാസം ഈ മോൾസ് ഓഫ് സൊല്യൂട്ട് രണ്ട് കേസിലും സെയിം ആണ്. ഓൺലി ഡിഫറൻസ് മൊളാലിറ്റി വാസ് ഇൻ വോളിയം ഓഫ് ദ സൊല്യൂഷൻ, ഹിയർ മാസ് ഓഫ് ദ സോൾവെൻ്റ് ആണ്. അപ്പോൾ മാസ് ഇസ് എ ഫാക്ടർ ദാറ്റ് ഡസ് നോട്ട് ഡിപ്പെൻഡ് ഓൺ ടെമ്പറേച്ചർ. ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യാത്ത ഫാക്ടർ. അപ്പോൾ ടെമ്പറേച്ചർ മാറുമ്പോൾ മൊളാലിറ്റി വിൽ നോട്ട് ചേഞ്ച്. വെയർസ് കമ്മിങ് ടു മൊളാലിറ്റി, there you have volume of the solution in liters എന്നാണ് എക്സ്പ്രസ് ചെയ്യുന്നത്. വോളിയം ഇസ് എ ടെമ്പറേച്ചർ ഡിപ്പെൻഡൻറ്റ് ഫാക്ടർ. സോ ടെമ്പറേച്ചർ മാറുമ്പോൾ മൊളാരിറ്റി മാറാം. അപ്പോൾ അതുകൊണ്ട് വിച്ച് ഈസ് എ ബെറ്റർ യൂണിറ്റ്, അങ്ങനെ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ബെറ്റർ യൂണിറ്റ് ഫോർ മെഷർമെൻറ്റ് ഇറ്റ്സ് ദ മൊളാലിറ്റി. ഓക്കെ, now coming to another important significant figures. We know that നമ്മൾ ലാബിലൊക്കെ ഒരുപാട് എക്സ്പെരിമെൻറ്റ്സും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമുക്കറിയാം ഒരുപാട് അൺസർട്ടനിറ്റി ഉണ്ട്. ചിലപ്പോൾ നമുക്ക് നല്ല വാല്യൂസ് കിട്ടും, ചിലപ്പോൾ അതിനോടൊരു റിലേഷനും ഇല്ലാത്ത വാല്യൂസ് കിട്ടും. അപ്പോൾ യു ഹാവ് ലോട്ട് ഓഫ് അൺസർട്ടനിറ്റീസ് വെൻ യു ഡു എക്സ്പെരിമെൻറ്റ്സ്. അപ്പം നമുക്ക് അവിടെയാണ് പ്രിസിഷൻ, ആക്യുറസി എന്നുള്ള ടു ടേംസ് ബിക്കം വെരി സിഗ്നിഫിക്കൻറ്റ്, ഇസ്ൻ്റ് ഇറ്റ്? ബട്ട് നമ്മളുടെ ആഗ്രഹം എപ്പോഴും എന്താണ്, ഏറ്റവും പ്രിസൈസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും ആക്യുറേറ്റ് ആയിട്ടുള്ള വാല്യൂസ് നമ്മളെ എക്സ്പെരിമെൻറ്റ്സിന് കിട്ടുക എന്നുള്ളതാണ്. അപ്പോൾ ഹൗ യു ഡിഫൈൻ പ്രിസിഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു സെറ്റ് ഓഫ് എക്സ്പെരിമെൻറ്റ്സ് യു ആർ ഡൂയിങ്, തിങ്ക് യു ആർ ഡൂയിങ് എ സെറ്റ് ഓഫ് എക്സ്പെരിമെൻറ്റ്സ് ചെയ്യുമ്പോൾ 10 ഒരേ എക്സ്പെരിമെൻറ്റിന് 10 times യു ആർ ഡൂയിങ് ഇറ്റ്. ഓക്കെ, ആൻഡ് ദ 10 times യു ആർ ഗെറ്റിംഗ് വെരി ക്ലോസ് വാല്യൂസ്. നിങ്ങൾക്ക് കിട്ടുന്ന വാല്യൂസ് വളരെ ക്ലോസ് ആണ്. ഇപ്പം 10.1, 10, 10.01 അങ്ങനെയൊക്കെ ഉള്ള വാല്യൂസ്, ക്ലോസ് വാല്യൂസ് ആണെങ്കിൽ നമ്മൾ എന്താ പറയുക, നമ്മൾ ചെയ്ത എക്സ്പെരിമെൻറ്റ് ഓക്കെയാണ്, പക്കയായിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട് എന്നല്ലേ നമ്മൾ പറയുക, അല്ലേ? സോ വി ക്യാൻ ടെൽ ദാറ്റ് ആ വാല്യൂസ് ആർ, അല്ലെങ്കിൽ നമുക്ക് കിട്ടിയ വാല്യൂസ്, എക്സ്പെരിമെൻ്റൽ വാല്യൂസ് ആർ പ്രിസൈസ്. ദാറ്റ് ഇസ് ദ പ്രിസൈസ് മീൻസ് ദ കൺകോർഡൻസ് വിത്ത് ദ സെയിം സെറ്റ് ഓഫ് എക്സ്പെരിമെൻറ്റ്. ഒരേ സെറ്റ് ഓഫ് എക്സ്പെരിമെൻറ്റ്സ് റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യുമ്പോൾ ഏകദേശം കൺകോർഡൻ്റ് ആയിട്ടുള്ള വാല്യൂസ് കിട്ടുമ്പോൾ നമ്മൾ ആ വാല്യൂസ് പ്രിസൈസ് ആണെന്ന് വാക്ക് യൂസ് ചെയ്യാം. ബട്ട് ആക്യുറേറ്റ് ആണെന്ന് പറയണമെങ്കിൽ യു ഹാവ് ടു ഹാവ് എ സ്റ്റാൻഡേർഡ്, അല്ലെങ്കിൽ ഒരു ട്രൂ വാല്യൂ ഉണ്ടായിരിക്കണം. ഓൾറെഡി അത് ഒരാൾ ഡിറ്റർമിൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ട്രൂ വാല്യൂ ഉണ്ടാവും. അപ്പോൾ ആ വാല്യൂവിനോട് ക്ലോസ് ആണ്, ഞാനിപ്പോൾ ചെയ്ത എക്സ്പെരിമെൻറ്റിന് നമ്മൾ ആ വാല്യൂവിനോട് ക്ലോസ് ആയിട്ടുള്ള ഒരു വാല്യൂ ആണ് കിട്ടുന്നതെങ്കിൽ we tell that our experiments are accurate. അപ്പോൾ ഇത് രണ്ട് ടെർമിനോളജിയാണ് നമ്മളുടെ പ്രിസിഷനും ആക്യുറസിയും നമ്മളുടെ എന്താ പറയുക സ്റ്റാറ്റിസ്റ്റിക്കൽ ഇവാലുവേഷൻ ഓഫ് റിസൾട്ട്സിൽ നമ്മൾ കൂടുതൽ ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മളുടെ സെറ്റ് ഓഫ് നമുക്ക് കിട്ടുന്ന റിസൾട്ട്സിനും നല്ല വാല്യൂസ് ആണോ, കൺകോർഡൻറ്റ് വാല്യൂസ് ആണോ എന്നൊക്കെ പറയുന്നത് മാതിരി തന്നെ ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്. ചില മീനിങ് ഫുൾ ഡിജിറ്റ്സ് ഉണ്ട് നമ്മളെ റിസൾട്ട്സിൽ, അത് കുറച്ച് മീനിങ് ഫുൾ ആയിട്ടുള്ള ഡിജിറ്റ്സും ഉണ്ട്, ആവശ്യമില്ലാത്ത ഡിജിറ്റ്സും ഉണ്ട്. അപ്പം ആ മീനിങ് ഫുൾ ഡിജിറ്റ്സ് എന്താണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുന്നതാണ് നമ്മളുടെ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് എന്ന് പറയുന്നത്. സോ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ആർ ദ ഡിജിറ്റ്സ് ഇൻ ദ നമ്പർ ദാറ്റ് ഇൻഡിക്കേറ്റ്സ് റിലയബിലിറ്റി ഓഫ് എ മെഷർമെൻറ്റ്. നമുക്ക് ആവശ്യമായ അല്ലെങ്കിൽ മീനിങ് ഫുൾ ആയ സർട്ടൻ ഡിജിറ്റ്സിനെയാണ് വി കോൾ ഇറ്റ് ആസ് സിഗ്നിഫിക്കൻറ്റ് ഡിജിറ്റ്സ്. അപ്പോൾ അത് ഇവാലുവേറ്റ് ചെയ്യാൻ നമുക്ക് ചില റൂൾസ് ഉണ്ട്. ആ റൂൾസ് പ്രകാരമാണ് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതെന്താണെന്ന് അറിയണം. അപ്പം ഓൾ നോൺ സീറോ ഡിജിറ്റ്സ് ആർ സിഗ്നിഫിക്കൻറ്റ്. ഏത് നോൺ സീറോ ഡിജിറ്റ് എടുത്താലും അത് സിഗ്നിഫിക്കൻ്റ് ആണെന്നാണ് പറയുന്നത്. ഇപ്പോൾ ഇവിടെ തന്നെ 285 സെൻറ്റിമീറ്റർ തന്നിട്ടുണ്ട്. ഇതെല്ലാം നോൺ സീറോ ആണ്. അപ്പോൾ എത്ര സിഗ്നിഫിക്കൻറ്റ് ഡിജിറ്റ്സ് ഉണ്ടെന്നാണ് നമ്മൾ നോക്കുക. യു ഹാവ് 1, 2, 3. അപ്പോൾ 3 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് എന്നായിരിക്കണം നമ്മളുടെ ആൻസർ. നമ്പർ ഓഫ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ്, ബിക്കോസ് ആദ്യത്തെ റൂൾ എവറി നോൺ സീറോ ഡിജിറ്റ്സ് ആർ സിഗ്നിഫിക്കൻറ്റ്. Now come here 0.025. 0.025 എന്ന് വരുമ്പോൾ ഇവിടെ ഇത് യു ഡോണ്ട് ഹാവ് ടു കൗണ്ട് ഇറ്റ്. നോൺ സീറോ ആയ ആൾക്കാരെ മാത്രം കൗണ്ട് ചെയ്താൽ വാട്ട് യു ഗെറ്റ് 0.25 2ഉം 5ഉം മാത്രമാണ് സിഗ്നിഫിക്കൻറ്റ്. സോ യു ഹാവ് 2 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ്. ഓക്കെ, ക്ലിയർ ആയില്ലേ? അപ്പോൾ ആദ്യത്തെ റൂൾ അതാണ്, എല്ലാ നോൺ സീറോ സിഗ്നിഫിക്കൻ്റ് ആണ്.
രണ്ടാമത്തേൽ നോക്കാം. Zeros preceding to the first non-zero digit are not significant. Such zero indicates the position of the double bond. എന്താ ഈ റൂള് പറഞ്ഞിരിക്കുന്നത്? ഈ നമ്പർ നോക്കാം, 0.03. അതായത് നമ്മൾ ഒരു ഫസ്റ്റ് നോൺ സീറോ ഡിജിറ്റിൻ്റെ തൊട്ട് മുന്നേ ഉള്ള തൊട്ട് മുന്നേ ഉള്ള നമ്പേഴ്സ് സിഗ്നിഫിക്കൻ്റ് അല്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ കേസിൽ ആദ്യത്തെ നോൺ സീറോ എന്ന് പറയുന്ന 3 3ൻ്റെ മുന്നേ ഉള്ള ഈ സീറോസ് ഒന്നും ഡസ് നോട്ട് കൗണ്ട് ഫോർ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ്. അപ്പോൾ ഇതിന് ജസ്റ്റ് ഇറ്റ് ഹാസ് 1 സിഗ്നിഫിക്കൻറ്റ് ഫിഗർ. ആൻഡ് യു ലുക്ക് അറ്റ് ദിസ്, ഇറ്റ് ഇസ് 0.0052. ഇവിടെ ഫസ്റ്റ് നോൺ സീറോ 5 നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ യു ഹാവ് 2 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ്. ഓക്കെ, ക്ലിയർ ആവുന്നില്ലേ? അടുത്ത നോക്കൂ, സീറോസ് ബിറ്റ്വീൻ 2 നോൺ സീറോസ് ആർ സിഗ്നിഫിക്കൻറ്റ്. 2 സീറോ സ്റ്റാർട്ട് ചെയ്യുന്നതും നോൺ സീറോ, എൻഡ് ചെയ്യുന്നതും നോൺ സീറോ. ഇതിൻ്റെ ഇടയ്ക്ക് എത്ര സീറോസ് വന്നാലും ഓൾ ദേ ബിക്കം സിഗ്നിഫിക്കൻറ്റ്. സോ ലുക്ക് 2.005. അപ്പോൾ ഈ സീറോസ് ബിക്കം സിഗ്നിഫിക്കൻറ്റ് ബിക്കോസ് ദേ ആർ ഇൻ ബിറ്റ്വീൻ 2 നോൺ സീറോ ഡിജിറ്റ്. സോ ടോട്ടൽ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് വിൽ ബി 1, 2, 3, 4. ഓക്കെ, ഇനി സീറോസ് അറ്റ് ദി എൻഡ് ഓർ റൈറ്റ് ഓഫ് എ നമ്പർ ആർ സിഗ്നിഫിക്കൻറ്റ്. റൈറ്റ് ഓഫ് ദ നമ്പർ, they are provided they are on the right side of the decimal point. അതായത് ഈ ഇതെടുത്ത് നോക്കൂ, നമ്മൾ നേരത്തെ പറഞ്ഞത് എന്താ, നോൺ സീറോൻ്റെ മുന്നേ വരുന്നത് സിഗ്നിഫിക്കൻ്റ് അല്ല, പക്ഷേ ഈ റൈറ്റിലോട്ട് വരുന്നത്, നോൺ സീറോ കഴിഞ്ഞിട്ടുള്ള റൈറ്റിലോട്ട് വരുന്നത് സിഗ്നിഫിക്കൻ്റ് ആണ്. അപ്പോൾ ഇവിടെ സീറോസ് 2 കഴിഞ്ഞിട്ടും സീറോസ് ഉണ്ട്. സോ ദാറ്റ് സീറോസ് യു ഹാവ് ടു കൗണ്ട്. സോ ടോട്ടൽ യു ഹാവ് 3 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ്. അപ്പോൾ ഇതാണ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഐഡൻറ്റിഫൈ ചെയ്യാൻ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഈവൺ ദോ ചില നമുക്കത് പിന്നെ കാൽക്കുലേഷൻസിനും ഒക്കെ നമ്മൾ അവെയർ ആയിരിക്കണം സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് എന്താണ്. അപ്പോൾ ഈ ടേബിളിൽ ലെറ്റ് us ഫൈൻഡ് കാൽക്കുലേറ്റിംഗ് ദ സിഗ്നിഫിക്കൻറ്റ് ഫിഗർ. ഇതെല്ലാം നോൺ സീറോ, സോ ഓൾ ദ 3 ബിക്കം സിഗ്നിഫിക്കൻറ്റ്. നോൺ സീറോ, സോ എവറി 4 എല്ലാം സിഗ്നിഫിക്കൻ്റ് ആണ്. ഇവിടെ ഇൻ ബിറ്റ്വീൻ ആണ് സീറോ വന്നിരിക്കുന്നത്, ബിറ്റ്വീൻ 2 നോൺ സീറോ, സോ 3. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കണം ഡെസിമൽ, ഈ ഒരു കാര്യം ഒന്ന് യു ഹാവ് ടു ബി അവെയർ. ഡെസിമൽ ഇല്ലെങ്കിൽ, യു ഡോണ്ട് ഹാവ് എ ഡെസിമൽ ഇൻ ദിസ്, ദെൻ ദ ലാസ്റ്റ് സീറോ, ഡെസിമൽ ഇല്ലാത്ത നമ്പർ ആണെങ്കിൽ ലാസ്റ്റ് സീറോ സിഗ്നിഫിക്കൻ്റ് അല്ല. അപ്പോൾ അത് കൂട്ടേണ്ട കാര്യമില്ല. സോ ഹിയർ 2, ബട്ട് ഹിയർ യു ഹാവ് ഡെസിമൽ വന്നു കഴിഞ്ഞാൽ ഡെസിമൽ കഴിഞ്ഞിട്ടുള്ള എല്ലാ സീറോസും ബിക്കം സിഗ്നിഫിക്കൻറ്റ്. സോ ഇൻ ദിസ് കേസ് യു ഹാവ് 4 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ്. ഓക്കെ, അപ്പോൾ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഓവറോൾ ഒരു ഔട്ട്ലൈൻ നമ്മളുടെ ഈ ചാപ്റ്ററിനെ പറ്റിയിട്ടുള്ളത് ഇപ്പം നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒന്നും കൂടെ നമ്മൾ പുറകോട്ട് പോയി നോക്കുകയാണ്. വാട്ട് വി ഹാവ് ലേൺഡ്, വാട്ട് ഈസ് മാറ്റർ, ഇറ്റ്സ് ക്ലാസിഫിക്കേഷൻ, ഹൗ യു മെഷർ, then you have the laws which governs the chemical combinations, then mole concept, very important concept, how you determine empirical formula, molecular formula, then അതിൻ്റെ ബേസ് ചെയ്തിട്ട് കാൽക്കുലേഷൻ, സൊല്യൂഷൻസിൻ്റെ പിന്നെ കോൺസെൻട്രേഷൻ എക്സ്പ്രസ് ചെയ്യുന്നതും, ആൻഡ് ഓൾസോ യു ഹാവ് ലേൺ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ്. സോ ദ ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ ഒരു ഓവറോൾ ഔട്ട് വ്യൂ പിന്നെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി കുറച്ച് റെപ്രസെൻറ്റേറ്റീവ് ആയിട്ടുള്ള വളരെ കുറച്ച് പ്രോബ്ലംസ് വിച്ച് കോമ്പറ്റേറ്റീവ് ലെവലിലുള്ള പ്രോബ്ലംസ് റീസെൻ്റ് ആയിട്ട് വന്നത് നമുക്കൊന്ന് ഇവാലുവേറ്റ് ചെയ്ത് നോക്കാം. നമുക്കത് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, so let's start doing this some of the problems here. Which one of the following has the maximum number of atoms? നമ്മൾ ഇത് ചെയ്തതാണ്. എങ്ങനെയാണ് ആറ്റംസ് ഇവാലുവേറ്റ്? നമ്പർ ഓഫ് ആറ്റംസ് is equal given by mole into Avogadro number, isn't it? Moles into Avogadro number. ഇതാണ് നമ്മളുടെ ഫോർമുല. ആറ്റംസ് ആയാലും മോളിക്യൂൾസ് ആയാലും the same formula, moles into Avogadro number. അപ്പോൾ എല്ലാം ഒന്ന് നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാം. Here it is given 1 gram of silver. And the atomic mass silver is 108. So moles എന്ന് പറയുന്നത് given mass 1/108 into Avogadro number, isn't it? Moles 1 divided by 108 ആണ് into Avogadro number will give you the number of atoms. Similarly magnesiumത്തിന്റെ കേസിൽ വന്നു കഴിഞ്ഞാൽ 1 gram magnesium atomic mass 24 ആണ്. So how you evaluate 1/24 into Avogadro number will give you the number of atoms, isn't it? 1/24 into Avogadro number. Similarly oxygen the case 1/16 into Avogadro number will give you the number of atoms. Lithium in the case 1/7 into Avogadro number will give you the number of atoms.
ഇവിടെ നമുക്കറിയാം 1/7 ഇൻറ്റു അവഗാഡോ നമ്പർ ആയിരിക്കും ലീസ്റ്റ് മാക്സിമം വാല്യൂ നമുക്ക് തരുന്നത്. സോ ദ ആൻസർ വിൽ ബി 1 gram ഓഫ് ലിത്തിയം ഹാസ് മാക്സിമം നമ്പർ ഓഫ് ആറ്റം. സിമ്പിൾ ആണ്. ആസ് ഫാർ ആസ് ഐ ടോൾഡ് യു, ഡോണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ദ വാല്യൂ ഓഫ് അവഗാഡോ നമ്പർ. അങ്ങനെയാണെങ്കിൽ കാൽക്കുലേഷൻ കോംപ്ലിക്കേറ്റഡ് ആയി പോകും. കാരണം എല്ലാത്തിലും NA ഉള്ളതുകൊണ്ട് യു ക്യാൻ പുട്ട് ഇറ്റ് ആസ് സച്ച്. You just evaluate this parameter 1/108, 1/24, 1/16 and 1/7. Okay. Next നോക്കൂ, in which case is the number of molecules of water maximum? Number of molecules of water. Here also എന്താ നമ്മളുടെ യൂസ് ചെയ്യേണ്ട ഫോർമുല? മോളിക്യൂൾസ് ആണെങ്കിൽ മോൾസ് ഇൻറ്റു അവഗാഡോ നമ്പർ ആണ് യൂസ് ചെയ്യേണ്ടത്. പക്ഷെ ഇവിടെ തന്നിരിക്കുന്നത് നിങ്ങൾ നോക്കണം, 18 ml, 0.18 gram, 0.00224 ലിറ്റർ ആൻഡ് 10⁻³ മോൾ ഓഫ് വാട്ടർ. പല രീതിയിലാണ് ഇത് എക്സ്പ്രസ് ചെയ്തിരിക്കുന്നത്. അപ്പം നമുക്ക് ആദ്യത്തെ കേസിൽ 18 ml ഓഫ് വാട്ടർ, മാസ് ഓഫ് വാട്ടർ എന്ന് പറഞ്ഞാൽ ml എന്ന് തന്നിരിക്കുന്നതുകൊണ്ട് നമ്മൾ മാസ് ഓഫ് വാട്ടർ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നത്, മാസ് ഓഫ് വാട്ടർ ഈസ് ദ വോളിയം ഇൻറ്റു ഡെൻസിറ്റി, isn't it? വോളിയം ഇൻറ്റു ഡെൻസിറ്റി. ഡെൻസിറ്റി വാട്ടറിൻ്റെ 1 ആണെന്ന് അറിയാം, വോളിയം തന്നിരിക്കുന്നത് 18 ആണ്. സോ 18 ഇൻറ്റു 1 ഇസ് ഈക്വൽ ടു 18 grams. ഓക്കെ, 18 grams. ഓക്കെ, ഫൈൻ. അതാണ് മാസ് ഓഫ് വാട്ടർ. ഓക്കെ, അപ്പം നമ്മൾ ഇനി മോളിക്യൂൾസ് ഓഫ് വാട്ടർ എങ്ങനെ കണ്ടുപിടിക്കും? ആദ്യത്തെ നമ്മൾ മോളിക്യൂൾസ് ഓഫ് വാട്ടർ കണ്ടുപിടിക്കണമെങ്കിൽ വാട്ട് വിൽ യു ഡു? How you evaluate moles into Avogadro number. ഇവിടെ 18 grams ആണ് തന്നിരിക്കുന്നത്. So 18 divided by molecular mass is 18 into Avogadro number. So finally it is the number of molecules is equal to the Avogadro number. First case 18 ml of water ന്റെ കേസ് ആണ് എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ml നിങ്ങൾ ഗ്രാമിലേക്ക് ആക്കണം. How? By multiplying volume into density. Density എപ്പോഴും ഓർത്ത് വയ്ക്കുക, വാട്ടറിൻ്റെ 1 ആണ്. So 18 into 1 you will get 18 grams. 18 grams divided by the molecular mass of water, that is 18 into Avogadro number, will give you the molecules of water. Second case it is 0.18. രണ്ടാമത്തെ കേസിൽ 0.18 gram ഓഫ് വാട്ടർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 0.18 gram ഓഫ് വാട്ടർ എന്ന് പറഞ്ഞാൽ ഹൗ യു ഇവാലുവേറ്റ് നമ്പർ ഓഫ് മോൾസ്? 0.18 ഡിവൈഡഡ് ബൈ 18 ആണ് നമ്പർ ഓഫ് മോൾസ്, ഇൻറ്റു അവഗാഡോ നമ്പർ വിൽ ഗിവ് യു ദ നമ്പർ ഓഫ് മോളിക്യൂൾസ്, isn't it? 0.18 divided by 18 into Avogadro number, that is our value will come around 10 to the power of -2 Avogadro number. രണ്ടാമത്തെ കേസിലെ നമ്പർ ഓഫ് മോളിക്യൂൾസ്. ഇനി മൂന്നാമത്തെ കേസ് നോക്കൂ, ഇറ്റ്സ് ലിറ്റേഴ്സിലാണ് തന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ യൂസ് ചെയ്യേണ്ട കൺസെപ്റ്റ് മോളാർ വോളിയം. നമ്മൾ പഠിച്ചിട്ടില്ലേ, ഗ്യാസ് ആയിരിക്കുന്ന ഏതൊരു സബ്സ്റ്റൻസിൻ്റെ ഓക്യുപ്പൈ ചെയ്യുന്ന 1 മോളിന് പറയുന്നതാണ് മോളാർ വോളിയം, ദാറ്റ് ഇസ് 22.4 ലിറ്റേഴ്സ്. അപ്പോൾ ഇവിടെ നമ്മൾ ആ ഒരു കൺസെപ്റ്റാണ് അപ്ലൈ ചെയ്യേണ്ടത്. സോ നമ്പർ ഓഫ് മോൾസ് യു ക്യാൻ കാൽക്കുലേറ്റ് യൂസിങ് 224. തന്നിരിക്കുന്ന ഈ വാല്യൂ യു ഹാവ് ടു ഡിവൈഡ് ബൈ 22.4 ലിറ്റേഴ്സ്. That will come around 10⁻⁻⁴ ആയിരിക്കും കിട്ടുക. ഇനി നമ്പർ ഓഫ് മോളിക്യൂൾസ് കണ്ടുപിടിക്കണമെങ്കിൽ ഈ 10 to the power of -4 യു മൾട്ടിപ്ലൈ ബൈ അവഗാഡോ നമ്പർ. അപ്പോൾ തേർഡ് ആൻസർ 10⁻⁻⁴ ഇൻറ്റു അവഗാഡോ നമ്പർ. ലാസ്റ്റ് നമുക്ക് തന്നിരിക്കുന്ന മോൾസ് തന്നെയാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഡയറക്ട്ലി യു ക്യാൻ മൾട്ടിപ്ലൈ ദ മോൾസ് വിത്ത് ദ അവഗാഡോ നമ്പർ. ഇപ്പോൾ ഫോർത്ത് ക്വസ്റ്റ്യനിൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് എന്ന് പറഞ്ഞാൽ 10⁻³ NA ആണ്. കാരണം ഡയറക്ട്ലി മോൾസ് തന്നിട്ടുണ്ട്, നമുക്കതിന് വേറെ കാൽക്കുലേഷൻ്റെ ആവശ്യമില്ല. അപ്പോൾ 10⁻³ NA. അപ്പോൾ ഇതിൽ ഏതിനാണ് മാക്സിമം നമ്പർ ഓഫ് വാട്ടർ മോളിക്യൂൾസ് ഉള്ളതെന്ന് വെച്ചാൽ നമുക്കറിയാം, മാക്സിമം നമ്പർ ഓഫ് വാട്ടർ മോളിക്യൂൾസ് ഇത് 10⁻², 10⁻⁻⁴, 10⁻⁻, ബട്ട് ഹിയർ ഇറ്റ് ഇസ് അവഗാഡോ നമ്പർ. സോ ഫസ്റ്റ് കേസിലായിരിക്കും മാക്സിമം നമ്പർ ഓഫ് മോളിക്യൂൾസ് ഓഫ് വാട്ടർ ഉള്ളത്. അപ്പോൾ ഈ രീതിയിൽ പിന്നെ ഏത് രീതിയിലാണ് നമ്മൾ എക്സ്പ്രഷൻ തന്നിരിക്കുന്നത് അതിനെ നമ്മളെല്ലാം ഒരേ രീതിയിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് വേണം ചെയ്യാൻ. അപ്പോഴേ നമുക്ക് ഫൈനൽ ആൻസറിലേക്ക് എത്താൻ പറ്റുള്ളൂ. ഓക്കെ, ഇനി നമുക്ക് വേറെ സിമ്പിൾ 2008 ചോദിച്ച ചോദ്യമാണ്. ആൻ ഓർഗാനിക് കോമ്പൗണ്ട് കണ്ടെയ്ൻസ് കാർബൺ, ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ. ഇറ്റ്സ് എലമെന്റൽ അനാലിസിസ് ഗേവ് 38.71%. കാർബണിന്റെ 38.71, ഹൈഡ്രജൻ ഇറ്റ്സ് 9.67, remaining it's oxygen. What is the empirical formula? I think we have done it. നമ്മൾ previous slide ഇത് ചെയ്തതായിരുന്നു. Empirical formula we have evaluated and found it to be CH3O. അപ്പോൾ നിങ്ങൾക്ക് ഒന്നും കൂടെ ഈ ക്വസ്റ്റ്യൻ ഒന്ന് ട്രൈ ഔട്ട് ചെയ്യാം.
നമ്മളിത് ചെയ്തതായിരുന്നു. ഇറ്റ് വാസ് എ ക്വസ്റ്റ്യൻ വിച്ച് വാസ് ആസ്ക്ഡ് ഇൻ നീറ്റ് 2008. നമ്മൾ മുന്നത്തെ എംപിറിക്കൽ ഫോർമുലയിൽ സ്ലൈഡിൽ ചെയ്തതാണ്. ഓക്കെ, നൗ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇസ് ദ നമ്പർ ഓഫ് മോൾസ് ഓഫ് ഹൈഡ്രജൻ molecules required to produce 20 moles of ammonia through Haber process. ഇത് നമ്മളുടെ ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഇതെങ്ങനെ ആദ്യം നമ്മൾ എഴുതേണ്ടത് ഹേബർ പ്രോസസ് ഫോർ ദ മാനുഫാക്ചർ ഓഫ് അമോണിയൻ്റെ ഇക്വേഷൻ എന്താണ്? ഇക്വേഷൻ ഇസ് N2 + 3H2 gives 2NH3. എല്ലാം ഗേഷ്യസ് ഫോം ആണ്, ഓർത്തോളണം. ഓക്കെ, എവറിത്തിങ് ഇസ് ഇൻ ഗേഷ്യസ് ഫോം. Okay, this is the balanced equation. ഇവിടെ നമുക്കറിയാം 3 moles of hydrogen. 3 mole of hydrogen is giving you 2 moles of ammonia, isn't it? Balanced chemical equation പ്രകാരം 3 moles of ammonia gives you 2 moles of ammonia. So in order to get 20 moles of, അതല്ലേ question, 20 moles of ammonia കിട്ടണമെങ്കിൽ ഇത് 10 ടൈംസ് ആയാലല്ലേ നമുക്ക് 20 കിട്ടുള്ളൂ. 2 × 10 അല്ലേ 20. അപ്പോൾ ഇവിടെയും നമ്മൾ 3 × 10 ചെയ്യണം. സോ 30. സോ യു റിക്വയർ 30 മോൾ. അപ്പോൾ ഇതാണ് ബാലൻസ് കെമിക്കൽ ഇക്വേഷൻ വെച്ചിട്ടുള്ള പ്രോബ്ലംസ്. വളരെ സിമ്പിളാണ്. ബട്ട് പ്രൊവൈഡഡ് ആ ഒരു അവയർനെസ് ഉണ്ടായിരിക്കണം നമ്മൾ എങ്ങനെയാണ് ആ കാൽക്കുലേഷൻ ചെയ്യുന്നതെന്നുള്ളത്. അപ്പോൾ ഇവിടെ 2 ആയിരുന്നപ്പോൾ 3 മോൾസ് ആയിരുന്നു ഹൈഡ്രജൻ വേണ്ടത്. ഇവിടെ 20 കിട്ടണമെങ്കിൽ ഹൗ മെനി മോൾസ് ഓഫ് ഹൈഡ്രജൻ യു റിക്വയർ? കറസ്പോണ്ടിംഗ്ലി എപ്പോഴും മെഷർ ചെയ്ത് പഠിക്കണം. ഓക്കെ, now how many moles of lead chloride will be formed from a reaction between 6.5 gram of lead oxide and 3.2 gram of HCl? ഇതും ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ വെച്ചിട്ടുള്ള പ്രോബ്ലം ആണ്. അപ്പോൾ നമുക്ക് ആദ്യം ഒന്ന് ഇക്വേഷൻ എഴുതി നോക്കാം. ലെഡ് ഓക്സൈഡും ലെഡ് HClഉം തമ്മിലുള്ള റിയാക്ഷൻ ആണ്. സോ ലെഡ് ഓക്സൈഡ് പ്ലസ് 2HCl വിൽ ഗിവ് യു, തരുന്നത് നമുക്ക് ലെഡ് ക്ലോറൈഡ് PbCl2 പ്ലസ് H2O. ഇതാണ് നമ്മളുടെ ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ. ഓക്കെ, ഇനി നമുക്ക് ലെഡ് ഓക്സൈഡും ലെഡ് ക്ലോറൈഡും 1 മോൾ PbO എടുക്കുമ്പോൾ യു ഗെറ്റ് 1 മോൾ ഓഫ് PbCl2. ആസ് പെർ ദിസ് ഇക്വേഷൻ 1 മോൾ PbO വിൽ ഗിവ് യു 1 മോൾ ഓഫ് PbCl2. അതായത് PbOന്റെ എമൗണ്ടിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് PbCl2. അപ്പോൾ നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്ന ഹൗ മെനി മോൾസ് ഓഫ് ലെഡ് ക്ലോറൈഡ് വിൽ ബി ഫോം ഫ്രം എ റിയാക്ഷൻ ബിറ്റ്വീൻ 6.5 gram ഓഫ് PbO ആൻഡ് 3.2 gram ഓഫ് HCl. അപ്പോൾ രണ്ടും തന്നിട്ടുണ്ട് നമുക്ക്, പക്ഷേ എക്സാക്ട് മോൾസ് നമുക്ക് അറിയണം. എന്നിട്ട് നമുക്ക് അവരുടെ ഒരു വേറെ ഒരാളെയും കൂടെ ഡിറ്റർമിൻ ചെയ്യാനുണ്ട്, ലിമിറ്റിംഗ് റിയേജന്റ് എന്ന് പറഞ്ഞ്. എന്നാൽ മാത്രമേ നമുക്ക് ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ആദ്യം നമുക്ക് നോക്കാം. PbOന്റെ നമ്പർ ഓഫ് മോൾസ് ഗിവൺ 6.5 grams ആണ്. യു ഡിവൈഡ് ഇറ്റ് ബൈ ദ മോളിക്കുലർ മാസ് വിച്ച് ഇസ് 224 and this value will come around 0.029 mole ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്ന വാല്യൂ. അതേമാതിരി തന്നെ HCl നമുക്ക് തന്നിരിക്കുന്ന 3.2 gram ആണ്. ഡിവൈഡഡ് ബൈ അതിൻ്റെ മോളിക്കുലർ മാസ് എന്ന് പറയുന്നത് 36.5 ആണ്. ആൻഡ് ഇഫ് യു കാൽക്കുലേറ്റ് ദിസ് വിൽ കം അറൌണ്ട് 0.087. ഓക്കെ, ഇനിയാണ് നമ്മൾ ഇവിടെ നോക്കണം. ഇത് 0.029ഉം ഇത് 0.87ഉം റിയാക്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് ലെഡ് ക്ലോറൈഡ് കിട്ടുന്നത് ആസ് പെർ ദിസ് ഇക്വേഷൻ. ഇവിടെ ആരുടെ ദ റിയാജന്റ് ദാറ്റ് ഇസ് കംപ്ലീറ്റ്ലി കൺസ്യൂംഡ് ഇൻ ദ കെമിക്കൽ റിയാക്ഷൻ. ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കുമ്പോൾ അതിൽ കംപ്ലീറ്റ്ലി കൺസ്യൂം ചെയ്ത് പോകുന്ന കെമിക്കൽ റിയേജന്റിനെയാണ് വി കോൾ ഇറ്റ് ആസ് ദ ലിമിറ്റിംഗ് റിയേജന്റ്. ലിമിറ്റിംഗ് റിയേജന്റ് അല്ലെങ്കിൽ ഏറ്റവും ഷോർട്ട് ഫോം ആക്കി എഴുതിയാൽ LR. കംപ്ലീറ്റ് ആയിട്ട്, കാരണം ഒരു റിയേജന്റ് നമ്മൾ മനസ്സിലാക്കണം എയും ബിയും റിയാക്ട് ചെയ്യുക. എ കംപ്ലീറ്റ്ലി കൺസ്യൂം ചെയ്ത് കഴിഞ്ഞു, പിന്നെ ബിക്ക് റിയാക്ട് ചെയ്യാൻ ആരുമില്ല. അപ്പം എ ആയിരിക്കും തീരുമാനിക്കുക എത്ര പ്രോഡക്റ്റ് ഫോം ചെയ്യാം. പിന്നെ എ കംപ്ലീറ്റ്ലി കൺസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ ദർ ഇസ് നോ ചാൻസ് ഫോർ ദ ഫോർമേഷൻ ഓഫ് പ്രോഡക്റ്റ്. അപ്പം ലിമിറ്റിംഗ് റിയേജന്റ് എന്ന് പറയുന്നത് ഏത് റിയേജന്റ് ആണോ ദാറ്റ് ഇസ് കംപ്ലീറ്റ്ലി കൺസ്യൂംഡ് ഇൻ ദ കെമിക്കൽ റിയാക്ഷൻ, അതാണ് നമ്മളുടെ ലിമിറ്റിംഗ് റിയേജന്റ്. ആൻഡ് ദാറ്റ് വിൽ ഡിറ്റർമിൻ, അതായിരിക്കും തീരുമാനിക്കുക പ്രോഡക്റ്റ് എത്ര അളവിൽ ഫോം ചെയ്യുന്നുണ്ട്. അപ്പം ഇങ്ങനെ ഒരു റിയാക്ഷൻ തന്നാൽ ഫസ്റ്റ് നമ്മൾ ലിമിറ്റിംഗ് റിയേജന്റിനെ നമ്മളിവിടെ ഇവാലുവേറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ ആരാണ് ഇവിടെ 0.029ഉം 0.082. അപ്പോൾ ഇയാളുടെ അളവാണ് ഇവിടെ കുറവ് അല്ലേ, കുറവ്. അപ്പോൾ അയാളായിരിക്കും കംപ്ലീറ്റ്ലി കൺസ്യൂം ചെയ്ത് പോയിട്ടുണ്ടാവുക. കൂടി നിൽക്കുന്ന ആൾ ആയിരിക്കില്ലല്ലോ.
എപ്പോഴും whose amount is less, that will be the limiting reagent. So here PbO is the limiting reagent and that decides, ഇതായിരിക്കും തീരുമാനിക്കുക എത്ര amount PbCl2 ഫോം ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ലിമിറ്റിംഗ് റിയേജന്റ് ഇവാലുവേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഈ ബാലൻസ്ഡ് ഇക്വേഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം 1 mole of PbO നമുക്ക് തരുന്നത് 1 mole of PbCl2 ആണ്, isn't it? അപ്പോൾ ഇത് എത്ര മോൾസാണ് നമ്മൾ കണ്ടുപിടിച്ചു? ഓൾറെഡി വി ഹാവ് ഫൗണ്ട് 0.02 mole PbO as per this equation ആണെങ്കിൽ will give us, നമുക്ക് എത്ര തരും? 0.02 തന്നെ മോൾ ഓഫ് PbCl2 തരും. ഓക്കെ, അപ്പോൾ ഈ HClന്റെ മോൾസ് വെച്ചിട്ട് നമുക്ക് ഒരിക്കലും എമൗണ്ട് ഓഫ് PbCl2 ഫോം ചെയ്തത് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റില്ല, ബിക്കോസ് ദിസ് ഇസ് പ്രസൻറ്റ് ഇൻ മോർ എമൗണ്ട്. ലെസ് എമൗണ്ട് ഉള്ള റിയേജൻറ്റ് ആയിരിക്കും നമ്മളുടെ ലിമിറ്റിംഗ് റിയേജൻറ്റ് ആൻഡ് ദാറ്റ് ഡിസൈഡ്സ് ദ എമൗണ്ട് ഓഫ് പ്രോഡക്റ്റ് ഫോം. അപ്പോൾ പിന്നെ കെമിക്കൽ ഇക്വേഷനിലേക്ക് നോക്കുക, ബാലൻസ്ഡ് ഇക്വേഷൻ 1:1 റേഷ്യോയിലാണ്. അപ്പോൾ ഇത് എത്ര മോൾ ഉണ്ടോ അത്രയും മോൾസ് ആയിരിക്കും PbCl2 ഫോം ചെയ്യുക. അപ്പോൾ ഇതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ്. ബി അവെയർ ഓഫ് ലിമിറ്റിംഗ് റിയേജൻറ്റ്, അതെന്താണെന്നുള്ളതും അതെങ്ങനെയാണ് ഒരു പ്രോഡക്റ്റ് ഫോർമേഷനെ ഡിറ്റർമിൻ ചെയ്യുന്നുള്ള കാര്യവും നമ്മൾ അവെയർ ആയിരിക്കണം. ഓക്കെ, നൗ കമ്മിങ് ടു ദിസ് ക്വസ്റ്റ്യൻ, look at this. 6.02 into 10 raised to 20 molecules of urea are present in 100 ml of its solution. The concentration. അപ്പോൾ നമുക്ക് ഫസ്റ്റ് നമ്പർ ഓഫ് മോൾസ് ഒന്ന് ഇവാലുവേറ്റ് ചെയ്യുക. യൂറിയൻ്റെ നമ്പർ ഓഫ് മോൾസ് ഗിവൺ മാസ് ആണ്, ഡിവൈഡഡ് ബൈ മോളിക്കുലർ മാസ്, അതായത് ഇത്ര മോളിക്യൂൾസ് ഉണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പോൾ 6.02 into 10 raised to 20 molecules of urea എന്നാണ് പറഞ്ഞത്, ഡിവൈഡഡ് ബൈ നമുക്ക് മോളിക്യൂൾസ് ആയതുകൊണ്ട് യു ഹാവ് ടു ഡിവൈഡ് ഇറ്റ് ബൈ അവഗാഡോ നമ്പർ 6.023 into 10 raised to 23. ഗ്രാംസിലല്ല, മോളിക്യൂൾസ് ആയതുകൊണ്ട് നമ്പർ ഓഫ് മോൾസ് ഇവാലുവേറ്റ് ചെയ്യാൻ തന്നിരിക്കുന്ന വാല്യൂ യു ഡിവൈഡ് ഇറ്റ് ബൈ അവഗാഡോ നമ്പർ ആൻഡ് യുവർ വാല്യൂ വിൽ ബി 0.001 മോൾ ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ. So then the concentration of the solution എന്ന് പറഞ്ഞാൽ molarity ആയിരിക്കണം ഡിറ്റർമിൻ ചെയ്യേണ്ട, molarity. So number of moles we have evaluated 0.001 divided by volume of the solution 100 ml ആണ് തന്നിരിക്കുന്നത്. So അതിനെ നമ്മൾ into 1000 ചെയ്താൽ മതി. Okay, so this will be your answer for the concentration, that is 0.01 molar. Okay, സോ ഓൾമോസ്റ്റ് ഓൾ ദ എല്ലാ ഏരിയാസിനെ ടച്ച് ചെയ്തിട്ട് നമ്മൾ കുറച്ച് റെപ്രസെൻറ്റേറ്റീവ് ആയിട്ടുള്ള പ്രോബ്ലംസും ചെയ്തിട്ടുണ്ട്. പിന്നെ ഏതൊക്കെ ക്വസ്റ്റ്യനെ ഏതൊക്കെ രീതിയിൽ അപ്രോച്ച് ചെയ്യണം എന്നുള്ള കൺസെപ്റ്റും ഐ തിങ്ക് ഐ ഹാവ് ഡെലിവേർഡ് ടു യു. നിങ്ങൾക്ക് സോഫാർ എല്ലാം മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. നൗ വി കം ടു ദ എൻഡ് ഓഫ് ദിസ് സെഷൻ. താങ്ക് യു.